ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. അബുദാബിയിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. 5 ഇന്ത്യക്കാർക്ക് പരിക്ക്. റിയാദിലേക്കുള്ള മിസൈൽ ആക്രമണം തകർത്ത് സൗദി അറേബ്യ. സൗദി സുൽത്താൻ എയർബേസിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ 12 അമേരിക്കക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യയുടെ 2 വ്യാപാര കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കും. കൂടുതൽ കപ്പലുകൾ ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും നാവികസേന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേലിന്റെ വൻ മിസൈൽ ആക്രമണം. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് ഇറാനിലെ അറക്, ബഷർ ആണവ നിലയങ്ങളും ജനവാസ മേഖലകളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. അതേസമയം ഇറാനിലെ സൈനിക നടപടി ദിവസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ചൂട് കടുക്കുന്നു. ഉയർന്ന താപനില കണക്കിലെടുത്ത് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കടുത്ത ചൂടിനിടയിലും ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. KPCC നിർദ്ദേശപ്രകാരമാണ് നടപടി. ലൈംഗിക പീഡന പരാതിയിലാണ് നടപടി. ഡൽഹിയിൽ ഇൻഡിഗോ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. വിശാഖപട്ടണത്ത് നിന്ന് ഡൽഹിയിലേക്ക് 161 യാത്രക്കാരുമായി എത്തിയ ബോയിംഗ് 737 വിഭാഗത്തിൽപ്പെട്ട 6E579 എന്ന വിമാനമാണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. IPL 19 സീസണിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് LDF STPI ഡീലെന്നും PDPയുമായും CPMന് കൂട്ടുകെട്ടെന്നും രമേശ് ചെന്നിത്തല. അതേസമയം ആരോപണം തള്ളി മുഖ്യമന്ത്രി. LDFന്റെ വികസന നേട്ടങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള കുതന്ത്രമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. സഹകരണ വകുപ്പിലെ പൊതു സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് വീണ്ടും ആരോപിച്ച് രമേശ് ചെന്നിത്തല. 4-ൽ 1 തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കി ടെൻഡർ ദിനേശ് BD സഹകരണ സംഘത്തിന് നൽകിയതിൽ ദുരുദ്ദേശമുണ്ടെന്ന് ആരോപണം. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണങ്ങൾ തള്ളി. K. സുധാകരൻ നിർണായക പദവിയിലേക്കെന്ന് സൂചന. KPCC പ്രസിഡന്റായേക്കും. അടിയന്തരമായി ഡൽഹിയിലെത്താൻ ഇന്നലെ രാത്രി 10:30 AICCയുടെ നിർദ്ദേശം. സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചു. അയ്യപ്പന്റെ സ്വർണം പാർട്ടി നേതാക്കൾ മോഷ്ടിച്ചുവെന്നാണ് കണ്ടെത്തിയതെന്നും എന്നാൽ പ്രതികൾക്ക് പൂർണ്ണമായ സംരക്ഷണം സർക്കാരും പാർട്ടിയും നൽകുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതികൾക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്നില്ല. കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് പ്രതികൾ പുറത്തുവന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സഹായം ആവശ്യപ്പെട്ട് ഒരു RSS നേതാവിനെയും കണ്ടിട്ടില്ലെന്നും RV ബാബുവും മുഖ്യമന്ത്രിയും ഇപ്പോൾ ഒരേ ഭാഗത്ത് നിൽക്കുന്നുവെന്നും VD സതീശൻ. വെള്ളാപ്പള്ളി നടേശൻ തന്നെക്കുറിച്ച് മോശമായി പരാമർശങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് 90 വയസ്സായി. അദ്ദേഹത്തിനെതിരെ താൻ ഒന്നും പറയാനില്ലെന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസ് മുഖ്യമന്ത്രി വരുമെന്ന് വെള്ളാപ്പള്ളി സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്നും VD സതീശൻ തിരിച്ചടിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.